നമ്മുടെ നിത്യജീവിതത്തിലെ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളുടെ പട്ടികയിൽ അടുത്ത് വരുന്നത് ഈ കൊതിക്കോതൽ എന്നൊരു ഇതുണ്ട്. അതായത് നമ്മളൊക്കെ അനുഭവപ്പെട്ട വയറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഈ വയറാണ് പ്രധാനപ്പെട്ട ഇതിൽ വരുന്നത്. വയറിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവളെ അല്ലെങ്കിൽ ഈ കൊതി വിട്ടതാണ്, അതിന്റെ പേരിലാണ് ഇത് വന്നതെന്നും, അങ്ങനെ ഈ കൊതി ഓതൽ എന്ന് പറഞ്ഞ ഒരാള് ആ വീട്ടിലോ അല്ല അപ്പുറത്തെ വീട്ടിലോ ഉള്ള ആള് ഈ ഓതി എടുത്ത് ഇടുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഈ സാറത് പറഞ്ഞതുപോലെ തന്നെ ഇന്നും അത് അനുഷ്ഠിക്കുന്ന വിദ്യാസമ്പന്ന ആൾക്കാർ സമൂഹത്തിലുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് പറയാൻ പോലെ അത് അത്ര അടുപ്പുകളില്ലെങ്കിലും അടുപ്പുകളുള്ള വീട്ടിൽ പോയി ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അപ്പൊ ഈ പറഞ്ഞില്ലേ, വളരെ പ്രാകൃതമായ അന്ധവിശ്വാസങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ജലൂസിലിൻ ഉണ്ട്, പല ഗ്യാസിൻ്റെ ഉണ്ട്, ഡോക്ടർമാരുണ്ട് സമൂഹത്തിൽ, എന്നിട്ട് പോലും ഇങ്ങനെ ഉണ്ട്. അതുപോലെ ഒരാണ് ഈ രാത്രി നഖം മുറിക്കുന്നത് ദോഷമാണ്, നഖം മുറിക്കുന്ന ദോഷമാണ് സാറാണ്. ഇത് എങ്ങനെയാണ് സാറേ ഇതിനകത്തെ ഒരു പോസിറ്റീവ് സൈഡ് കൂടെ നമ്മൾ അതുകൂടെ കാണണം. ഇതിനകത്തൊരു ജനാധിപത്യ ക്രമമാണ്. കാരണം സ്ത്രീകളെ എല്ലാ മേഖലയും നമ്മൾ ഒതുക്കി നിർത്തിയിട്ടുണ്ട്. മന്ത്രവാദത്തിൽ നമ്മൾ സ്ത്രീകളെ കയറ്റില്ല. പക്ഷേ സ്ത്രീകൾ ചെയ്യുന്ന മന്ത്രവാദം എന്നുള്ള നിലയ്ക്ക് ഒരു അടുക്കള മന്ത്രവാദമാണ് ഇത്. ഈ കൊതി ഉണ്ടാകുന്നത് 2-3 തരത്തിലാണ്. ഒന്ന്, അത് ശരിക്കും പറഞ്ഞാൽ ഈ പട്ടിണിയുടെ ഒരു കാലത്തിനെയാണ് അത് അടയാളപ്പെടുന്നത്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭക്ഷണം കിട്ടാത്തൊരു കുട്ടി വായി നോക്കി നിൽക്കുന്നത് സ്വാഭാവികമാണ്. അതാണ്, അതുകൊണ്ടാണ് ഇവന് ദഹനക്കേട് വന്നതെന്ന് അവൻ കൊതി വിട്ടതാണ് എന്നൊരു ഒന്ന്. രണ്ടാമതൊരെണ്ണമുണ്ട്, പിശാചുക്കൾ കൊതി വിടാറുണ്ട്. നടയിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പിശാചുക്കൾ കൊതി വിടാറുണ്ട്. സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിശാചുക്കൾ കൊതി വിടാറുണ്ട്. വീട്ടിന് പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചാൽ പിശാചുക്കൾ കൊതി വിടാറുണ്ട്. അങ്ങനെയും വരും. അപ്പൊ പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നടയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇത് മൂന്നും സംഭവിച്ചാൽ പിശാചുക്കൾ കൊതിവിടും. പുറത്തിരുന്ന് കഴിക്കുമ്പോൾ അയൽവക്കത്തെ കുട്ടികൾ കണ്ട് കൊതിവിടും. അപ്പൊ ഇങ്ങനെയാണ് കൊതി ഉണ്ടാകുന്നത്. ശരിക്കും തന്നെ താറുമാറായതാണ്. അപ്പൊ ഇനി ഇത് ഈ കൊതിക്കോതൽ എന്ന് പറയുന്ന ഇതിനും സമയമുണ്ട്. സന്ധ്യയ്ക്ക് കൊതിക്കോറാറ്, സന്ധ്യയ്ക്ക് കൊതിക്കോറാണ്, സ്ത്രീകളെ കൊതിക്കോറാറുള്ളൂ. ഇനി ഇതിന് ഉപയോഗിക്കുന്ന വിഭവങ്ങളിൽ അടുക്കളയിൽ നിന്ന് എടുക്കും. അടുക്കള, അതായത് മുളക്, ഉപ്പ്, കുരുമുളക് തുടങ്ങിയ സാധനങ്ങൾ, പുളി, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വെച്ചിട്ട് വരെ ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടാണ് സംഗതി ഇതങ്ങ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് എന്ത് വേണം? പകുതി തലയിൽ ചുറ്റി അടുപ്പിലിടും, പകുതി തിന്നണം. ഈ പകുതി തിന്നാതിരുന്നാൽ ഇതിന് ഫലമില്ല. അതിന് കാരണം തിന്നിറക്കണം. ഈ കുരുമുളകാണ്. കുരുമുളക് ചെല്ലുമ്പോ തന്നെ ഈ ദഹന പ്രക്രിയ താറുമാറായത്. പുളിയും കുരുമുളകും കൂടെ ചെല്ലുമ്പോ സംഗതി ദഹിക്കാത്തതും ദഹിക്കും, ഒരു മാറ്റം ഉണ്ടാവും. അപ്പൊ സംഗതി അപ്പൊ ഇവിടെയാണ് ഞാൻ നേരത്തെ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഈ മരുന്നും മന്ത്രവാദവും സന്ധിക്കുന്ന സ്ഥലം ഇവിടെയാണ്. മരുന്നും മന്ത്രവും കൂടി ഉപയോഗിക്കപ്പെടുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ആദ്യം മന്ത്രവാദി മാത്രം പ്രത്യക്ഷപ്പെട്ടു, രണ്ടാമത് മരുന്നും മന്ത്രവും പ്രത്യക്ഷപ്പെട്ടു, അടുത്ത മന്ത്രവും മരുന്നും 2 വഴിക്ക് പിരിയുന്നത്. അപ്പൊ 2 വഴിക്ക് പിരിഞ്ഞതാണ് ഈ യുനാനി വൈദ്യം, ആയുർവേദം, അതെല്ലാം ഉണ്ടായത് വൈദ്യം പിരിഞ്ഞു പോയതാണ്. മന്ത്രവാദിയായിട്ടും തുടങ്ങും. അപ്പൊ ഇതാണ് ഈ കൊതിക്കോതലിന്റെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഈ നഖമിട്ടന്റെ കേസ് എന്താണെന്നറിയാം. അത് 2 തരമാണ്. ഒന്ന്, ഒരു ഭാഗത്ത് ശാസ്ത്രീയതയുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നായിരിക്കും ഈ അന്ധവിശ്വാസം ഉത്ഭവിച്ചിട്ടുണ്ടാവുക? വൈദ്യുതി കണ്ടുപിടിക്കുന്നതിന് മുമ്പായിരിക്കും. അപ്പൊ രാത്രി കാലങ്ങളിൽ ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിൽ എന്ന് പറയുന്ന ഒന്ന്, കട്ടറില്ല, കൈയൊക്കെ മുറിഞ്ഞോണ്ട് അങ്ങനെ വരും. രണ്ടാമത്, രാത്രി ഇരുമ്പായുധം ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഇരുമ്പായുധം ഉപയോഗിക്കുന്ന ഒരു നിയമലംഘനം, രാത്രി വെട്ടമില്ലാതെ ഇത് ചെയ്യുമ്പോൾ ഇത് മുറിയുമെന്ന. പിന്നെ ചൊവ്വാഴ്ച ഇത് കണ്ടു കഴിഞ്ഞാൽ വേറൊരു അശുദ്ധിയുണ്ട്. കാരണം ചൊവ്വാഴ്ച യുദ്ധദേവതയുടെ ദിവസമാണ്. രക്തം കണ്ടു കഴിഞ്ഞാൽ ഇവൻ കൊല്ലപ്പെടുമെന്ന്. രക്തം കണ്ടു കഴിഞ്ഞാൽ അവൻ കൊല്ലപ്പെടും. കാരണം ചൊവ്വാഴ്ചയുടെ നിറം ചുമപ്പാണ്. അങ്ങെല്ലാം കൂടെ ചേർന്ന ഒരു സങ്കര സങ്കല്പമാണ് ഈ പക്ഷെ ഇന്ന് വൈദ്യുതി ഉണ്ട്, നയൽ കട്ടറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഒരു പ്രശ്നമില്ല. അപ്പൊ ആരോ പറഞ്ഞതുപോലെ ഇപ്പോഴും നമ്മളിപ്പോ രാത്രി വെട്ടുകയാണെങ്കിൽ അമ്മയൊക്കെ പറയും
ചൊവ്വാഴ്ച രാത്രി ആയിരുന്നു മുഖം പെട്ടെന്ന്. അപ്പൊ ഇതില് നമ്മൾ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറയാണ്, ഇവിടുത്തെ എല്ലാ ഭൂതപ്രേതാദികളെ വോട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റിയാണ്. ഇലക്ട്രിസിറ്റി സ്ട്രീറ്റ് ലൈറ്റ് വന്ന പിന്നെ നമുക്ക് അതില്ലാത്ത 10 മിനിറ്റ് ചിന്തിക്കാൻ. അതെ.